ഡെഫിനൈറ്റ് ഇന്റഗ്രൽ എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്രിസ്മസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ കർവ് y സ്ക്വയർ ഈക്വൽ ടു 60 മൈനസ് എസ് സ്ക്വയർ. ഇവിടെ നമുക്ക് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം y സ്ക്വയർ ഈക്വൽ ടു 60 മൈനസ് എസ് സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ. ഈ മൈനസ് എസ് സ്ക്വയറിന് ഇപ്പുറത്തേക്ക് എടുത്തത് എന്താ ഇക്വേഷൻ? എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 16 വരും. ദാറ്റ് ഈസ് എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ വരും. ഇതിപ്പോൾ സെൻട്രിൽ കൂടെ പോണ ഒരു സർക്കിളാണ്. ആ സർക്കിളിനകത്ത് റേഡിയസ് 4 വരും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വാല്യൂ കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതി വൈ സ്ക്വയർ ഈക്വൽ ടു 60 മൈനസ് എസ് സ്ക്വയർ. ഈ മൈനസ് എസ് സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് എടുത്തു. എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 16 ആയി. ദാറ്റ് ഈസ് എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ ആയി. അപ്പോൾ ഇതിന്റെ ഒറിജിൻ 0 ആണെന്നും സെന്റർ ആണെന്നും റേഡിയസ് നമുക്ക് 40 ആണെന്നും മനസ്സിലായി. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ കെയറുമായി അതിന്റെ വാല്യൂസും ആയി. നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ തേർഡ് ക്വാഡ്രന്റ് എന്നാ പറഞ്ഞേക്കണേ. അപ്പൊ ഇതേ നമുക്ക് ഇവിടെ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് ഏരിയ എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെ തേർഡ് ക്വാഡ്രന്റ് ഏരിയയും. കാരണം ഈ എല്ലാ വാല്യൂസും സെയിം ആണ്. ഇവിടെ എല്ലാ ഈക്വൽ ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. വേണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്താൽ മാത്രം മതി, സെയിം ഏരിയ തന്നെ വരുള്ളൂ. ഇനി ഇവിടെ തേർഡ് ക്വാഡ്രന്റ് ഏരിയ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇവിടെ ഏരിയ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ? ഇവിടെ നമ്മൾ എടുക്കുന്ന എക്സിന്റെ ലിമിറ്റ് ആണ്. എക്സിന്റെ ലിമിറ്റ് -4 മുതൽ 0 വരെ വരും. അതായത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ലിമിറ്റ്. ഇവിടെ എക്സിന്റെ ലിമിറ്റ് ആയതുകൊണ്ട് ഇവിടെ ഡി എക്സ് വരും. ഇവിടെ ഡി എക്സ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് വൈ വരും. അപ്പൊ നമ്മുടെ ഏരിയയുടെ ഫോർമുല എപ്പോഴും നമ്മൾ ഓർമ്മ വേണം. എക്സിന്റെ ലിമിറ്റ് ആണ് നമ്മൾ എ ടു ബി കൊടുക്കണമെങ്കിൽ ഇവിടെ എപ്പോഴും ഡി എക്സ് ആവും. ഇവിടെ ഡി എക്സ് വന്നാൽ ഇവിടെ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ വരും. ഇനി ഇതിന് പകരം നമുക്ക് എന്താണ് ഈ ഏരിയ എന്ന് പറയുന്നത്? 0 to 4 ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്താലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഏതെടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ തേർഡ് ക്വാഡ്രന്റ് എന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിനകത്ത് ഏരിയ തന്നെ കറക്റ്റായിട്ട് എടുക്കുക. -4 മുതൽ 0 വരെയുള്ള ഡി എക്സ്. ഡി എക്സിന്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്ത് വരും? വൈ വരും. ദെൻ ഇനി വൈയുടെ വാല്യൂ നമ്മൾ ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നേരെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -4 to 0 വൈ ഡി എക്സ് വരും. വൈ ഡി എക്സ് വരും. ഇനി വൈയുടെ വാല്യൂ നമുക്ക് ഇവിടെ നേരെ കൊടുത്താൽ പോരെ? വൈ സ്ക്വയർ ഈക്വൽ ടു 60 മൈനസ് എസ് സ്ക്വയർ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ വൈ എന്ന് പറയുന്നത് √60 മൈനസ് എസ് സ്ക്വയർ. ഇനി നമ്മുടെ ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ 16 നമുക്ക് എങ്ങനെ എഴുതാം? 4 സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എന്ന് എഴുതണം. ഇനി നമ്മൾ ആ വാല്യൂസ് എല്ലാം നമ്മുടെ ഏരിയയുടെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഈക്വൽ ടു -4 to 0. വൈ എന്ന് പറയുന്നത് √4 സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് വരും. ഇവിടെ നമ്മൾ എപ്പോഴും ഫോർമുല കാണാപ്പാടം പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. √a സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ x/2. പിന്നെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതുക. എ സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ എഴുതുക പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് ഓഫ് x/a ആണ് നമ്മുടെ ഫോർമുല വരുന്നത്. അപ്പൊ നമ്മൾ ആ ഫോർമുല ഒന്ന് നമ്മൾ ഇവിടെ കൊടുക്കണം. അപ്പൊ നമ്മുടെ ആൻസർ എന്നാ? ഈ x/2 അങ്ങനെ തന്നെ എഴുതുക. x/2. പിന്നെ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതുക. കാണാപ്പാടം പഠിക്കുമ്പോഴാണ് നമ്മളിത് മറന്നു പോകുന്നത്. 4 സ്ക്വയർ മൈനസ് എസ് സ്ക്വയർ പ്ലസ് ഈ 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എഴുതുക. ദെൻ സൈൻ ഇൻവേഴ്സ് ഓഫ് ഏതാണ്? എക്സ് ഡിവൈഡഡ് ബൈ 4. x/4. ഇനി അപ്പർ ലിമിറ്റ് -4ഉം 0യും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ആ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് ഉണ്ടോ? 0 ഇൻറ്റു വരുമ്പോൾ നമ്മൾ ഓൾറെഡി ഇത് 0 ആവും. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 0 കൊടുക്കുമ്പോൾ ഓൾറെഡി ഇത് മൊത്തം 0 അല്ലേ? ആ 0 വരും. പ്ലസ് ഈ 0 കൊടുക്കുമ്പോൾ ഈ സൈൻ ഇൻവേഴ്സ് 0 എന്ത് വരും? അതും 0 വരും. വരെ ചെയ്യേണ്ട. ആകെ നമുക്ക് ഈ -4 കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഒറ്റ വാല്യൂ മാത്രമേ വരുള്ളൂ. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഈ 2 വാല്യൂ 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു ആ ടേം 0 ആയിപ്പോയി. സൈൻ ഇൻവേഴ്സ് 0 ഓൾറെഡി 0 ആയിപ്പോയി. വരെ ചെയ്യേണ്ട ആവശ്യമില്ല. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. ബ്രാക്കറ്റ് ഇട്ടു. ഇനി ഈ 4 കൊടുക്കുമ്പോൾ ഓൾറെഡി എന്ത് വയ്ക്കും നോക്കിയേ? 4 സ്ക്വയർ -4 സ്ക്വയർ വരും. അപ്പോഴും അവിടെ 0 ആയി പോവില്ലേ? അതും 0 ആയി പോകും. പ്ലസ് ഇനി ഈ -4 കൊടുക്കുമ്പോൾ 4 സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് ഈ എക്സിന്റെ സ്ഥാനത്ത് -4 ഡിവൈഡഡ് ബൈ 4 വരും. ദെൻ ആൻസർ ആയി. ഇത് മൊത്തം 0 ആയി പോയി. ഇത് 0 ആയി പോയി. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ -4. ഇത് ഓൾറെഡി 0 ആയി പോയില്ലേ? ഈ 4 സ്ക്വയർ ബൈ 2. അപ്പൊ 16 ഡിവൈഡഡ് ബൈ 2 വരും. സൈൻ ഇൻവേഴ്സ് 4ഉം 4ഉം വെട്ടി പോകുമ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് -1 വരും. ഈ മൈനസ് അങ്ങനെ 16 രണ്ടും കൂടെ വെട്ടുമ്പോൾ 8 വരും. -8 വരും. ഇൻറ്റു സൈൻ ഇൻവേഴ്സ് -1 എന്ന് പറഞ്ഞാൽ -π/2 വരും. ഈ മൈനസ് പ്ലസ് ആവും. ഈ 8ഉം 2ഉം കൂടെ വെട്ടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4π വരും.
ഇത് നമ്മൾ ഫസ്റ്റ് ക്വാർട്ടറിൽ എടുത്ത് ചെയ്താലും ഇതേ ആൻസർ തന്നെയാണ് കിട്ടണേ, 4π തന്നെയാണ് കിട്ടണേ. പക്ഷേ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മാത്രം അതൊന്ന് തേർഡ് ക്വാർട്ടറിൽ ഒന്ന് മാർക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ആൻസർ നമ്മുടെ എന്താണ് 4π ആണ്. ഇനി സർക്കിളിന്റെ ഫുൾ ഏരിയ ചോദിക്കണമെങ്കിൽ ഇതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 × 4π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഫുൾ ഏരിയ ആവും. ഓരോ ക്വാർട്ടറിന്റെ തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിന്റെ എഴുതിയിട്ട് അത് സെയിം ഏരിയ എഴുതിയാൽ മതി. നമ്മൾ പിന്നെ ഏത് ക്വാർട്ടറിന്റെ ആണോ ചോദിക്കുന്നത് അത് ഗ്രാഫ് വരയ്ക്കാൻ പറയുമ്പോൾ ആ ക്വാർട്ടറിന്റെ മാത്രം ഒന്ന് ഷെയ്ഡ് ചെയ്യണം. ക്രിസ്മസ് എക്സാമിന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ക്ലാസ് ഓവറയുടെ യൂട്യൂബ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും അത് കാണുക, മാക്സിമം നന്നായി മനസ്സിലാക്കി കണ്ടന്റുകൾ പഠിക്കുക. അപ്പോൾ അടുത്ത വരുന്ന പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അത് മാത്രമേ നമ്മുടെ മുമ്പിൽ മാർക്കുള്ളൂ. നമ്മൾ പഠിക്കുന്നതായിരിക്കില്ല ഒരിക്കലും എക്സാമിന് വരുന്നത്. ഇപ്പം ഇന്ന് പഠിക്കുന്ന നമ്മളത് വരുമെന്ന് ഓർത്ത് ഉറപ്പിച്ച് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർ വേറെ രീതിയിൽ ആ ക്വസ്റ്റ്യൻ ഇടും. അപ്പം അത് ഒരിക്കലും നമ്മൾ കൺസെപ്റ്റുകളും കണ്ടന്റുകളും നന്നായി ക്ലിയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനിയുള്ള മാസം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി മാർക്ക് കിട്ടുവാനായിട്ട്. അപ്പോൾ അത് മാക്സിമം നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.